ഇങ്ങനെ നീങ്ങുമ്പോ കൂരാക്കൂരി ഇരുട്ടിങ്ങനെ മുൻപിൽ കാണാം. ശക്തമായിട്ടുള്ള ആ ഇരുട്ട് കണ്ട് അശ്വങ്ങൾക്ക് നേത്രങ്ങള് സ്പഷ്ടാവാതെ കണ്ടായിരിക്കുന്നു. അശ്വങ്ങളുടെ കാഴ്ചകൾ നഷ്ടപ്പെട്ടതുപോലെ അശ്വങ്ങൾക്ക് തോന്നണു. എന്തിനു വേണ്ടു എന്ന് ആലോചിച്ച് അശ്വങ്ങൾ മുഴുവൻ പതറി നിൽക്കുമ്പോഴാണ് ഭഗവാന്റെ ചക്രത്തിൽ നിന്നുയരുന്നതായ പ്രകാശം ശക്തമായിട്ട് പ്രകാശത്തെ പരത്തിയതായ പ്രകാശം കൊണ്ട് അർജുനന്റെ കണ്ണുപോലും മഞ്ഞളിക്കുമാർ അർജുനൻ ഒന്ന് പതറി. എവിടെന്ന് ഈ കൂരാക്കൂരി ഇരുട്ടത്ത് ഈ പ്രകാശത എവിടെന്ന് വരണു? ഭഗവാന്റെ തിരുചക്രത്തിൽ നിന്നുയരുന്നതായ പ്രകാശത്തെ കണ്ട് അശ്വങ്ങൾക്ക് വഴി കാണിച്ചുകൊണ്ട് ആ പ്രകാശം നേരെ ആ അശ്വങ്ങൾ രഥങ്ങളോട് കൂടിയിട്ട് ഭഗവാനോട് കൂടി ആ സുതലത്തിലേക്ക് പുറപ്പെടാനായിട്ട് ആ സുതലത്തെ പ്രകാശം ഇങ്ങനെ ആ സത്യമായിട്ടുള്ള പ്രകാശത്തെ അകലെങ്ങനെ കാണാം. അർജുന അർജുന നോക്കൂ, നോക്കൂ അർജുന, കാണുന്നതാണ് സുതലം, വൈകുണ്ഠാണ് നീ കാണുന്നത്. മനസ്സ് തുറന്ന് കണ്ണു തുറന്ന് കണ്ടോളൂ അർജുന, സൂക്ഷിച്ചു നോക്കൂ, കാണുന്നതാണ് അർജുന വൈകുണ്ഠം. ആ സുതലത്തിലേതായ ആ ഭഗവാനും ദേവിയും ഇരിക്കുന്ന ആ ലക്ഷ്മീദേവിയും ഭൂമിദേവിയും ഭഗവാനും ഒരുമിച്ച് ചേർന്നിരിക്കുന്നതായ വൈകുണ്ഠത്തിലേക്ക് അർജുനനും ഭഗവാനും കൂടി അങ്ങോട്ട് പ്രവേശിച്ചു എന്ന് മാത്രമല്ല, അർജുനൻ നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താ? ധ്യാനനിമഗ്നനായിട്ടിരിക്കുന്നതായ ഭഗവാൻ സാക്ഷാൽ ശ്രീപത്മനാഭൻ കണ്ണടച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. മനസ്സേറെ വ്യാകുലപ്പെട്ടാണെങ്കിലും ആ ഭഗവാന്റെ മുഖത്തേക്ക്, ആ കണ്ണിഴ ചേർത്തിരിക്കുന്നതായ ഭഗവാന്റെ തിരുമുഖത്തേക്ക് തൻ്റെ നേത്രങ്ങൾ, അർജുനന്റെ നേത്രങ്ങൾ ചെന്ന് പതിക്കുന്നതിന് മുൻപ് ഇടത്തു നോക്കുമ്പോ ആ അനന്തന്റെ മുകളിൽ ഇതാ ഒരു കുട്ടി ഇരിക്കുന്നു. ഭഗവാന്റെ മാറിലൊരു കുട്ടി കളിക്കുന്നു, മടിയിൽ വേറൊരു കുട്ടി ഇരിക്കുന്നു. ചുറ്റും അവരവരുടെ തലത് പല പല പ്രായത്തിലായിട്ട് 9 കുട്ടികള്. ആ ഭൂമിദേവിയുടെ മക്കള് ഒരു കുട്ടി ഇരിക്കുന്നു. ലക്ഷ്മീദേവിയുടെ മടിയില് ആ പാല് കുടിച്ചുകൊണ്ട് അമ്മയുടെ അമൃതയെത്തിക്കൊണ്ട് ഒരു കുഞ്ഞ് ആ കളിച്ചു ചിരിക്കണത് കണ്ടിട്ട് അർജുനന്റെ മനസ്സുപോലും തകർന്നു. ഇങ്ങനെ ഒരു കാഴ്ച ഭഗവാനെ, ആ കൃഷ്ണനെ ഒരു മാത്രം നോക്കി അർജുനൻ. പക്ഷേ സത്യമായിട്ടുള്ള ഭഗവാന്റെ സാക്ഷാൽ വൈകുണ്ഠനാഥനായിട്ടുള്ള ആ ഭഗവാന്റെ ഇരിപ്പ് ധ്യാന നിമഗ്നനായിട്ട് ഇരിക്കുമ്പോ എന്താ വേണ്ടതെന്നുള്ളത് മനസ്സിലില്ല. അർജുനന്റെ ആ കരങ്ങൾ കൊതിക്കണു ഉണ്ണികളെ എടുക്കാനായിട്ട്. എന്താ വേണ്ടതെന്ന് മനസ്സിൽ നിശ്ചയില്ല. നോക്കി ആ ഭഗവാന്റെ മുൻപില് ഓരോരോ കുട്ടികൾ ചിരിച്ച് കളിച്ച് ആടി തിമർക്കുന്നത് കണ്ട് മനസ്സിലൊന്ന് ആലോചിച്ചു, എവിടെന്നാ ഈ കുട്ടികൾ മുഴുവൻ? ഇതാ ബ്രാഹ്മണന്റെ കുട്ടിയല്ലേ എന്ന് മനസ്സിലിങ്ങനെ ഓർക്കുമ്പോഴാണ് ഭഗവാന്റെ വാക്കുകൾ കേൾക്കണതല്ലേ. അർജുന, നീ കാണുന്ന കുട്ടികള് നീ എവിടേക്ക് 14 ലോകത്തും നീ പോയി അന്വേഷിച്ചു എന്ന് പറയണു. പക്ഷേ അർജുന, നീ ഇവിടെ വരേണ്ടായില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഈ ഒരു കാഴ്ച കാണാനായിട്ട് തരാവാതിരുന്നത്. ആ ഗീതോപദേശത്തെ ചെയ്ത് തത്വമസിയായിട്ടുള്ള താൻ തന്നെയാണ് സർവ്വതുമെന്ന് ബോധ്യപ്പെടുത്തിയതായ അർജുനന് ആ അധികാരം കയ്യിൽ വന്നപ്പോ വീണ്ടും ഗർവ് ജനിച്ചിരിക്കണു വിജയന്. ഒന്ന് ഉപദേശം ചെയ്ത് നേരെയാക്കിയതാ ഭഗവാൻ അർജുനനെ. പക്ഷേ വീണ്ടും കൗരവ പാണ്ഡവ യുദ്ധത്തെ കഴിഞ്ഞ് അശ്വമേധയാഗങ്ങളെല്ലാം നടത്തി വീണ്ടും ഗർവ് മനസ്സിൽ കയറിയിരിക്കണു. അർജുനന് താൻ കേവലാണെന്നുള്ള തോന്നല് വന്നിരിക്കണു. ഇനി അർജുനനെ വാക്കുകളെ കൊണ്ട് ഉപദേശിച്ചിട്ട് കാര്യമില്ല. ആ വിജയനോട് ഇനി വാക്കുകളല്ല പറയേണ്ടത്, നേരെ ബോധ്യപ്പെടുത്താണ് വേണ്ടത് എന്നുള്ളത് ഭഗവാന് നന്നറിയാം. ആ അർജുനന്റെ മനസ്സിനെ തത്വാരൂഢനാക്കുന്നതിന് വേണ്ടിയിട്ട് ആ വൈകുണ്ഠത്തിലേക്ക് പ്രവേശിപ്പിച്ച് സാക്ഷാൽ വൈകുണ്ഠനാഥനെ കാണിച്ചതായ മാത്രയെങ്കിൽ അർജുനന്റെ മനസ്സ് തണുത്തു. ശരീരം ആ എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചയെ കണ്ട്, ആ ഉണ്ണികളെ ലാളിക്കുന്ന ദേവിയെ കണ്ട്, ആ ഉണ്ണികളൊന്നും അറിയാതെ കണ്ട്, ഉണ്ണികൾ ആടി കളിക്കുന്നതൊന്നും അറിയാതെ കണ്ട് ജ്ഞാനനിമഗ്നനായിട്ടിരിക്കുന്ന ലോകനാഥനായിട്ടുള്ള ഈ വൈകുണ്ഠനാഥനെ അർജുനൻ മനസ്സുകൊണ്ടിങ്ങനെ ആസ്വദിച്ചിങ്ങനെ കാണുമ്പോൾ പതുക്കെ ആ നേത്രങ്ങളൊന്ന് തുറന്നു. ഭഗവാൻ
നോക്കുമ്പോ എന്താ, ഒരു ഭാഗത്ത് കൃഷ്ണൻ, വേറൊരു ഭാഗത്ത് അർജുനൻ. നരനാരായണന്മാരെ തൻ്റെ മുൻപിൽ ഇങ്ങനെ കാണാനായിട്ട് ആ മനസ്സ് ആഗ്രഹിച്ചതുപോലെ ഭഗവാൻ മനസ്സിലൊന്ന് ധരിക്കാതെ കണ്ട് ഈ ഇങ്കൽ ഒരു പുൽക്കൊടി പോലും അനങ്ങില്ല, ഒരു ദീപം പോലും തെളിയില്ല. എത്ര ശക്തമായിട്ടുള്ള കാറ്റ് വന്നാലും ഒരു ദീപം അണയണമെങ്കിൽ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടാവണം, അതിന് ശക്തമായിട്ടുള്ള സമയമായി. ഇവിടെ ആ നരനാരായണന്മാരെ ഒരുമിച്ച് കാണുവാനായിട്ട് ബ്രാഹ്മണന്റെ സഹായത്തെ വേണ്ടി വന്നു എന്നുള്ള ചോദ്യത്തെ, ഭഗവാന്റെ വാക്കുകളെ കൃഷ്ണൻ ഇങ്ങനെ ആസ്വാദനത്തോടു കൂടി ഇങ്ങനെ കേട്ടു എന്ന് മാത്രമല്ല, അർജുനൻ ആ ഭഗവാന്റെ മുൻപിൽ നമസ്കരിച്ച് സർവ ഗർവം നശിച്ചതായ അർജുനന്റെ ആ നിൽപ്പിനെ കണ്ട് സങ്കടത്തോടു കൂടിയിട്ട് നിൽക്കുന്നതായ അർജുനന്റെ മനസ്സിലേക്ക് ഭഗവാനെ കണ്ട മാത്രയിൽ ആർജവത്തെ ഊർജത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സർവശക്തനായിട്ടുള്ള ഭഗവാന്റെ മുൻപില് കൈകൂപ്പി നിൽക്കുന്നതായ അർജുനൻ പതുക്കെ യാചിക്കുകയാണോ പറയാണോ എന്ന് പറയാൻ നിശ്ചയില്ല. മനസ്സിൽ ആലോചിച്ചു എന്താ വേണ്ടേന്നിങ്ങനെ. ഏകദേശം പാകമായിട്ടുണ്ട് എന്ന് തോന്നുന്ന മനസ്സിലെ ചിന്തകളാണ് ഓരോന്നായിട്ട് പുറപ്പെടുന്നത്. ആ മനസ്സിലെ ചിന്തകൾ പുറപ്പെടുമ്പോ അർജുനൻ മനസ്സിലൊന്ന് ആലോചിച്ചു, ഭഗവാനെ അവിടത്തെ കാണാനായിട്ട് എന്നും അടിയനൊരവസരം, അവിടത്തെ ഈ ചൈതന്യത്തെ നിത്യം ധ്യാനിക്കാനായിട്ട് അടിയനൊരവസരം ഭഗവാനേ. അർജുനന്റെ വിലാപത്തെ കേട്ട ഭഗവാൻ മനസ്സുകൊണ്ടൊന്ന് ഉറപ്പിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ പക്കൽ നിന്ന് ആ പഞ്ചലോക വിഗ്രഹത്തെ എടുത്ത് അർജുനന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. അല്ലേ അർജുന, നീ ഏറ്റവും ശക്തമായിട്ടുള്ള സ്ഥലത്ത്, ഏറ്റവും വൃത്തിയായിട്ടുള്ള സ്ഥലത്ത്, ഏറ്റവും യോഗ്യമായിട്ടുള്ള സ്ഥലത്ത് ദാ ഈ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചു കൊള്ളുക. എൻ്റെ ധ്യാനനിമഗ്നനായിട്ടുള്ള എൻ്റെ ശക്തമായിട്ടുള്ള ഈ മൂർത്തിഭാവത്തെ കണ്ടുകൊണ്ട് മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് അർജുന, ഈ വിഗ്രഹത്തെ നീ കരത്തിൽ വെച്ചുകൊള്ളുക. അവിടുന്ന് അർജുനൻ വന്നങ്ങടെ ഇറങ്ങി എന്ന് മാത്രമല്ല, ആ ഭഗവാനോട് കൂടെ അർജുനൻ ഇറങ്ങി ഒരു നിമിഷത്തെ കൊണ്ട് ഭഗവാനും അവിടെ നിന്ന് താഴേക്കും കൂടെ ഇറങ്ങി ആ രഥത്തിൽ നിന്ന് ഒരു നിമിഷത്തെ കൊണ്ട് രഥം വായുവിലേക്ക് പറന്നില്ലാണ്ട് അങ്ങോട്ടായി. അർജുനനാകെ അത്ഭുതമായി. ഒരു നിമിഷത്തെ കൊണ്ട് ഭഗവാനെയും കാണാനില്ല. അർജുനൻ തൻ്റെ പൂണിയിൽ കരുതിയതായ ആ ഭഗവാന്റെ വിഗ്രഹത്തെ ഏറ്റിക്കൊണ്ട് ആ മുതുകുളങ്ങരയിൽ നിന്ന് ഭഗവാൻ ഇറങ്ങിയതായ അർജുനൻ ഇറങ്ങിയതായ സ്ഥാനത്ത് നിന്ന് തെക്ക് പടിഞ്ഞാറ് ദിശ നോക്കി പതുക്കെ അങ്ങോട്ട് നടന്ന് ആ പൂർണ്ണാനദിക്കരയിങ്കൽ വന്ന് അവിടെ അങ്ങോട്ട് ഇരുന്നു. കുറച്ച് നേരം എന്താ വേണ്ടത് എന്നാലോചിച്ച് പതുക്കെ തൻ്റെ പൂണി തുറന്ന ആ വിഗ്രഹം അതിനകത്തുണ്ടോ എന്നറിയുവാനായിട്ട് തൻ്റെ പൂണി തുറന്ന മാത്രയെങ്കിൽ ആ ചൈതന്യമത്തായ വിഗ്രഹം ഇങ്ങനെ ഇരുന്ന് തിളങ്ങുന്നുണ്ട്. തൊട്ട് നോക്കുമ്പോൾ എന്താ, ഇനി ഒരു സ്ഥാനം നിശ്ചയിക്കുകയാണ്, വളരെ അത്യാവശ്യമെന്ന് നിശ്ചയിച്ച് ആ വിഘ്നേശ്വരനെ കൊണ്ട്, സാക്ഷാൽ ഗണപതിയെ കൊണ്ട് ആ സ്ഥാനം നിശ്ചയിക്കാനായിട്ട് അവിടുന്ന് പുറപ്പെടുവിച്ചു. ഒരു നിമിഷാർദ്ധത്തെ കൊണ്ട് ആ ഗണപതി അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് മാത്രമല്ല, ആ യഥാവിധി സ്ഥാനത്ത് എള്ളിൻ കാടുകൾ നിറഞ്ഞതായ ഈ മഹാമേരു പർവ്വതങ്ങളൊന്നുമില്ലാതെ കണ്ട് ശാന്തസുന്ദരമായ കമനീയമായിട്ടുള്ള എള്ളിൻകാടിൻ്റെ നടുക്ക് ആ ഗണപതി വന്ന് ഇരിപ്പങ്ങോട്ട് ഉറപ്പിച്ചു. ഏറെ സമയമായിട്ടും അർജുനൻ നോക്കിയിട്ട് സ്ഥാനം നോക്കാൻ പുറപ്പെട്ട ഗണപതിയെ കാണാനില്ലാതെ എവിടെയാ പുറപ്പെട്ടാവോ, എന്താ ഇനി വേണ്ടത്? താൻ പുറപ്പെടുക തന്നെയെന്ന് നിശ്ചയിച്ചു. തൻ്റെ ആ വിഗ്രഹത്തെ തൻ്റെ കരങ്ങളിലേറ്റി അവിടെ നിന്ന് അർജുനൻ ആ ഉണ്ണിഗണപതി എവിടെയായിരിക്കണത്, ഗണേശ്വരൻ എവിടെയായിരിക്കണത്, എവിടെയാ സ്ഥാനം നിശ്ചയിച്ചിരിക്കണത്? തൻ്റെ ഈ ഈശ്വരനെ, ഭഗവാനെ, സാക്ഷാൽ ഭഗവാനെ വൈകുണ്ഠനാഥനെ ഒന്ന് ഇരുത്താനായിട്ട്, തനിക്ക് നിത്യം ധ്യാനിക്കാനായിട്ട് എവിടെയാ ഒരു മാത്രം ഇരുത്താനുള്ള സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടു വരുമ്പോ അങ്ങനെ കാണാം ഒരു ചെറിയ പ്രകാശം. ആ ഉണ്ണിഗണപതി ഇങ്ങനെ എള്ളും കാടുകൾക്ക് നടുക്കായിട്ട് ഏറ്റവും സുന്ദരമഹിഷമായിട്ടുള്ള സ്ഥാനത്തെങ്കിൽ, ആ മഹത്തായിട്ടുള്ള സ്ഥാനത്തെങ്കിൽ ഉണ്ണിഗണപതി ഇങ്ങനെ വിരാജിക്കണു. ചൈതന്യത്തെ കൊണ്ട് നിറഞ്ഞതായ ആ സ്ഥാനത്തെങ്കിൽ പ്രവേശിച്ച മാത്രയിൽ തന്നെ അർജുനന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചു. നോക്കുമ്പോ എന്താ, യഥാവിധി സ്ഥാനത്ത് ഉണ്ണിഗണപതി വിരാജിക്കണു.
ഇനിയിപ്പോൾ എന്താ വേണ്ടേ? ഭഗവാനെ ഇവിടെ ഒന്ന് ഇരുത്തണം. അതിനെന്താ ഒരു മാർഗം വേണ്ടത്? മനസ്സിൽ ഒരു നിമിഷത്തെ ആലോചിച്ചു. ആ ഭഗവാൻ തൻ്റെ മനസ്സിൽ വന്ന് വിളയാടും പോലെ തൻ്റെ പെരുവിരൽ കൊണ്ട് ആ ഉണ്ണിഗണപതിയെ പതുക്കൊന്ന് അങ്ങോട്ട് തട്ടി അങ്ങോട്ട് മാറ്റി ആ സ്ഥാനത്തേക്ക് ഭഗവാന്റെ വിഗ്രഹത്തെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു. മാത്രമല്ല, നോക്കി എന്താ ഇനി ഒരു മാർഗം? ഒരു പ്രകാശം, അജ്ഞാനം മാറി ജ്ഞാനത്തെ ഉണ്ടാകുന്നതിനായിട്ട് ഒരു പ്രകാശത്തെ ഇവിടെ പരത്തുന്നതിന് ഞാൻ എന്ത് വഴിയാണ് വേണ്ടത്? നോക്കുമെന്താ ചുറ്റിനും ധാരാളം എള്ളിൻ കാടുകൾ ഇങ്ങനെ കാണാം. ആ എള്ളിൻ കാടുകൾ ഓരോന്ന് പറിച്ചു തൻ്റെ കരങ്ങളിൽ ചേർത്ത് ആ ചക്ക ആട്ടും വിധത്തിൽ തൻ്റെ കരങ്ങളെ ചേർത്ത് അരച്ച് പിഴിഞ്ഞു. ആ കല്ലിന്മേലുള്ള ചെറിയ കുഴിയിലേക്ക് പതുക്കെ ആ നീരിനെ അങ്ങനെ ആ എള്ളിനെ ആട്ടി എണ്ണയാക്കിക്കൊണ്ട് അർജുന കരങ്ങളെ കൊണ്ട് ശക്തമായിട്ടുള്ള ശക്തിയെ കൊണ്ട് അർജുനൻ പിഴിഞ്ഞതായ ആ എണ്ണയിലേക്ക് ഒരു ദീപത്തെ ആ ജ്വലിപ്പിക്കാനായിട്ട് സാക്ഷാൽ വലിയ വിളക്കായിട്ട് ഇന്നും കാണുന്നതായ ആ ചൈതന്യവത്തായിട്ടുള്ള പ്രകാശത്തിന് ആ ഭഗവാന്റെ മുമ്പിൽ സത്യദീപത്തെ ഏതൊരു മനുഷ്യനാണോ ആ ദീപത്തെ കണ്ട് ആ ഭഗവാന്റെ മുൻപിൽ വന്ന് സാക്ഷാൽ പൂർണ്ണത്രയീശനെ കണ്ടു തൊഴുന്നത്, സന്താന ഗോപാലമൂർത്തിയായിട്ടുള്ള ആ ഭഗവാനെ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നത് അവരുടെ സർവ്വ ദുരിതങ്ങളും മാറ്റി അകലുമെന്ന് ആ അർജുനന്റെ ശക്തമായിട്ടുള്ള പ്രവർത്തനത്തെ കൊണ്ട് ബോധ്യായി എന്ന് മാത്രമല്ല, ഇന്നും ആരാണോ ആശ്രയിച്ചെത്തുന്നത് തന്നെ വേണ്ടും വിധത്തിൽ സത്യത്തിനും നീതിക്കും നിരക്കുന്നതായ ആഗ്രഹങ്ങളോടുകൂടി ആര് ഈ പടി ചവിട്ടുന്നുവോ ഇവിടെ ചൈതന്യം വിളയാടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ആ എള്ളിൻ ചാറ് ചേർത്തുള്ള ആ ദീപത്തെ കൊളുത്തിയതായ ഒരു പുത്തൻ എണ്ണ കൊണ്ടിന്ന് സാധിക്കാത്തതായ ഒരു നന്മ പോലുമില്ല, ഒരു ശക്തി പോലുമില്ല. ഏതൊരു വിപത്തിൽ നിന്നും തനിക്ക് രക്ഷ നേടാനായിട്ട് ആ ഒരു പുത്തൻ എണ്ണ ഭഗവാന് സമർപ്പിക്കാനുള്ള മനസ്സ് അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് സാക്ഷാൽ വൈകുണ്ഠനാഥനായിട്ടുള്ള വേദപുരിയുടെ നാഥനായിട്ടുള്ള സർവവേദ പൊരുളായിട്ടുള്ള സാക്ഷാൽ ത്രയീശന്റെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അപ്രകാരമുള്ളതായ ഭഗവാൻ ഭവന്മാരെ രക്ഷിക്കട്ടെ.